സെഷൻ ഇന്നത്തെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 10th സെഷൻ ആൻഡ് ഫൈനൽ സെഷൻ ആണ് ഇന്ന് നമ്മൾ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പം ഇതിനു മുന്നേ നമ്മൾ 9 സെഷൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സെഷൻ ആണ്. ഓക്കെ, അപ്പം വെൽക്കം ഓൾ. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാധവി മാം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹെന മാമും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മളുടെ സെഷൻ ഒരു ഫൈനൽ സെഷൻ ആയിട്ടാണ്. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഒരു ലോഞ്ച് പാഡ് സെഷൻ ആയിട്ടാണ് ഇന്നത്തെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇതുവരെയുള്ള ഒരു സെഷൻ ഒരു റീക്യാപ്പും അതോടൊപ്പം നമ്മളുടെ സ്റ്റഡി ജേർണീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിനു മുന്നേ നമ്മൾ ഈ കടന്നുപോയ ഓറിയന്റേഷൻ സെഷൻസിന്റെ ഒരു റീക്യാപ്പ്, അതുപോലെ നമ്മളുടെ ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് കളക്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ഓൾ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ മാം, അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിഷ്യലി പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ 10th സെഷൻ ആണ് ഇന്ന്. ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പപ്പ് സെഷൻ ആണ്. അപ്പം നമ്മളുടെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു ക്വിക്ക് റീക്യാപ്പിലേക്കാണ്. അതായത് ഫസ്റ്റ് സെഷൻ തൊട്ട് അത് എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ഫസ്റ്റ് സെഷൻ നമ്മളുടേത് ദ സ്പാർക്ക് കിക്ക് ഓഫ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സെഷൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഒരു ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടുക, ആ ഒരു സെഷൻ ആയിരുന്നു. അതോടൊപ്പം നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഗെയിംസും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെഷനിൽ. ഓക്കെ, അതായിരുന്നു നമ്മളുടെ ഓറിയന്റേഷൻ സെഷന്റെ ഫസ്റ്റ് സെഷൻ. പിന്നെ നമ്മൾ സെക്കൻഡ് സെഷനിലേക്ക് വന്നത് ഇഗ്നോ അൺബൗണ്ട് എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ഒരു സെഷനിൽ നമുക്ക് ലേൺ വൈസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഇഗ്നോയുടെ എന്തൊക്കെ റിസോഴ്സസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അത് നമ്മളുടെ ആ ഒരു സ്റ്റഡീസിൽ എങ്ങനെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ നമുക്ക് അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, നമ്മളുടെ എക്സാം രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പം ഈ ഒരു സെഷനിൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ഇഗ്നോയുടെ സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടി. പിന്നെ നമുക്ക് സെഷൻ 3 എന്ന് പറയുന്നത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്ന് പറയുന്ന സെഷനായിരുന്നു. അപ്പം ഈ ഒരു സെഷനിൽ നമ്മളുടെ ലേൺ വൈസ് എക്കോസിസ്റ്റം, നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കണ്ടന്റ്സ്, അതൊക്കെ എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അതോടൊപ്പം നമ്മളുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻസ്, സെഷൻ 3യുടെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ ലോഞ്ചിങ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ ടു ഡേ നമ്മൾ പഠിച്ചു പോകേണ്ട ആ ഒരു ടൈം ടേബിൾ ലോഞ്ചിങ് സെഷൻ 3യിലായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സെഷൻ 4ലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ് ആയിരുന്നു. അതിൽ നമ്മളുടെ ആ ഒരു ലേൺ വൈസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, അതോടൊപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേൺ വൈസിന്റെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഈ റിസോഴ്സസ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഈ റിസോഴ്സസ് ഒക്കെ നമ്മളുടെ ആ ഒരു സ്റ്റഡി ഫോക്കസിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു സെഷൻ 4ൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സെഷൻ 5ലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മളുടെ അലുമിനീസിന്റെ സക്സസ് സ്റ്റോറീസ് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടി അല്ലേ. അപ്പം സക്സസ്ഫുള്ളി ലേൺ വൈസിലെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മറ്റ് മേഖലകളിലേക്ക് പോയിട്ടുള്ള അലൂമിനീസിന്റെ സക്സസ് സ്റ്റോറീസ് ആയിരുന്നു സെഷൻ 5ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി സെഷൻ 6ലേക്ക് വരുമ്പോൾ ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം. അപ്പം ഈ ഒരു സെഷനിൽ ലേൺ വൈസിന്റെ CEO തൊട്ടുള്ള ഓരോ കോർ മെമ്പേഴ്സിനെ, അതുപോലെ മെന്റേഴ്സിനെ, നമ്മളുടെ ആ ഒരു ലേൺ വൈസ് ടീമിൽ വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ ആൾക്കാരെ നമുക്ക് ഈ ഒരു സെഷനിൽ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അതായിരുന്നു പവർ ഓഫ് കമ്മ്യൂണിറ്റി മീറ്റ് ദ ലേൺ വൈസ് ടീം എന്ന് പറയുന്ന സെഷൻ 6. നെക്സ്റ്റ് വൺ സെഷൻ 7ലേക്ക് വരുമ്പോൾ നമ്മളുടെ ലാംഗ്വേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നായിരുന്നു നമ്മുടെ സെഷൻ.
ഈ ഒരു സെഷനിൽ നമ്മളുടെ ആ ഒരു അക്കാഡമിക്സിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം ആ ഒരു ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ നമ്മളുടെ ലേൺവൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇ പ്രോഗ്രാം, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ആ ഒരു ലോഞ്ചിങ് എല്ലാം ഈ ഒരു സെഷനിലായിരുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കാം, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ സെഷൻ 7 കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇ പി ആയിരുന്നു മെയിൻ ആ ഒരു ഫോക്കസ് ഏരിയ. അപ്പം എല്ലാവരും ഇ പി സെഷൻസ് ഇനി വരും, ആ ഒരു സെഷൻസ് നമ്മുടെ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് അതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി നമ്മുടെ സെഷൻ 8 വരുന്നത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെഷൻ ആയിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മുടെ ഈ ഒരു കോഴ്സ് BCA അല്ലെങ്കിൽ MCA കോഴ്സിന് ശേഷം നമുക്ക് ഏതൊക്കെ മേഖലകളിൽ എക്സൽ ചെയ്യാം, ഓക്കെ, അതുപോലെ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഏതൊക്കെയാണ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലകൾ ഏതൊക്കെയാണ്, നമ്മുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു നമ്മളുടെ ഒരു റിസോഴ്സ് പേഴ്സൺ നാസിം സാർ വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സെഷൻ 8. ഓക്കെ, അപ്പം ആ ഒരു കരിയർ ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെഷൻ 9 അതിലേക്ക് വരുമ്പോൾ വെൽബീയിങ്, ബാലൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് ആയിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മളുടെ ആ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്, അതോടൊപ്പം നമ്മുടെ സ്റ്റഡി വർക്ക് ലൈഫ് ഒക്കെ എങ്ങനെ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാം, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുവാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ ലേൺവൈസിലുള്ള ആ ഒരു ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു സെഷൻ 9 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സെഷൻ 10 നമ്മളുടെ ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പപ്പ് സെഷൻ ആണ് നമ്മുടെ ലാസ്റ്റ് 10th സെഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സെഷൻസ് നമ്മുടെ ഈ 9 സെഷൻസിൽ ഏതെങ്കിലും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് സെഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ടൈം കിട്ടുന്നതിനനുസരിച്ച് ആ സെഷൻസ് കൂടെ കവർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സെഷൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്, ഈ നമ്മുടെ ഒരു 9 സെഷൻസിലൂടെ കടന്നു പോയ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു റാപ്പപ്പ് വീഡിയോ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ലേണേഴ്സിന് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഫീലിങ്സ്, നിങ്ങളിൽ ഓരോരുത്തരിലും ആ ഒരു ഫീലിങ്സ്, നമ്മൾ ഈ കടന്നുപോയ ആ ഓരോ നമ്മുടെ ഓരോ സെഷൻസിന്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ ഞാൻ കരുതുന്നു. അപ്പം ആ ഒരു
എന്താ നമ്മളുടെ എക്സ്പീരിയൻസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു വൺ വേർഡ് റിയാക്ഷൻ ആയിട്ടും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇപ്പം അറിയിക്കാവുന്നതാണ്. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് ചാറ്റ് ബോക്സിലൂടെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ആ ഒരു വെയിറ്റിംഗ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ ഈ 9 സെഷൻസിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പം ആ ഒരു നമ്മൾ ഓരോ സെഷൻസിലും നമുക്ക് ഓരോ ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു അല്ലെ? ഓരോ സെഷൻസ് കഴിയും തോറും നമുക്ക് ആക്ഷൻ ടാസ്കുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ആ ഓരോ സെഷൻസിലും ഓരോ ലേണേഴ്സിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച്, എല്ലാവരും ബെസ്റ്റ് പെർഫോമൻസ് ആണ് എങ്കിൽ കൂടി കുറച്ചും കൂടി അവരുടെ ആ ഒരു എഫേർട്ട് ഇട്ട കുറച്ച് ബെസ്റ്റ് പെർഫോമേഴ്സിനെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അവരാരൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മളുടെ BCA ജാനുവരി 25 ബാച്ചിലെ BCA ലേണർ ആയിട്ടുള്ള ഗൗതം ആണ്, ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമർ. ലെറ്റ് കൺഗ്രാറ്റുലേറ്റ് ഹിം. ദെൻ നമുക്ക് BCA ജാൻ 25 ബാച്ചിലെ തന്നെ ഫസ്ലു ആണ്, അനദർ പേഴ്സൺ. ഓക്കെ, നമുക്ക് അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് MCAയിലേക്ക് വരുമ്പോൾ ഫസാനെയാണ് ഫസ്റ്റ് വൺ നമ്മൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ രവതി എന്ന് പറയുന്ന ലേണർ. ഓക്കെ, അപ്പം ഇത്രയും പേരെ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു എങ്കിൽ കൂടി നമ്മളുടെ ആ ഒരു എന്താണ് അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഇപ്പം ഓരോ സെഷൻസിലുള്ള അവരുടെ ആ ഒരു പ്രസൻസ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാം നമുക്ക് അവരെ. അതോടൊപ്പം നിങ്ങളെ ഓരോരുത്തരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇനിയും പല പല അവസരങ്ങൾ വരും, അത് ഓരോന്നും നന്നായിട്ട് ഫലപ്രദമായിട്ട് തന്നെ വിനിയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് ഫോംസിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പം ഈ 9 സെഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. നമ്മളുടെ ഇന്നത്തെ 10th സെഷനാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഇത്രയും ദിവസങ്ങൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോയി. അപ്പം നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക്, നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഇൻസൈറ്റ്സ്, ഈ നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എത്രമാത്രം നിങ്ങളെ ആ ഒരു സ്റ്റഡിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. അതോടൊപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, ഇതിങ്ങനെ വേണ്ടായിരുന്നു, ഈ ഒരു രീതിയിലായിരുന്നു കൂടുതൽ ബെറ്റർ ആയിരുന്നു, അങ്ങനെയുള്ള സജഷൻസ്, ഫീഡ്ബാക്സ്, ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് ഫോം നമ്മൾ ഷെയർ ചെയ്ത് തരും, മെന്റേഴ്സ് ഷെയർ ചെയ്ത് തരും. അത് എല്ലാവരും കറക്റ്റ് ആയിട്ട് അത് ടൈം മാനറിൽ തന്നെ അത് ടൈം ബൗണ്ട് ആയിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. ദെൻ നമുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ ആണ്, ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സെഷൻസിലൂടെ കടന്നുപോയി. അപ്പം ഈ ഓരോ സെഷൻസിൽ നിന്നും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ ആ ഒരു സിലബസ് ലോഞ്ചിങ് സെഷന് ശേഷം നമുക്ക് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മളുടെ ആ ഒരു സിലബസ് എന്താണ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, നമ്മളുടെ ആ ഒരു അസൈൻമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ ടേം ആൻഡ് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഇവാലുവേഷൻ, മാർക്കിംഗ് സിസ്റ്റം, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ എല്ലാം ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന് 2 പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണിൽ വരുന്നത് കോമൺ ഇഗ്നോ ക്വസ്റ്റ്യൻസ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ അസൈൻമെന്റ്സ്, ടേം ആൻഡ് എക്സാമിനേഷൻ, അതിന്റെ ഇവാലുവേഷൻ, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ദെൻ നമുക്ക് കോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള MCQs ഉണ്ടായിരിക്കും. അത് സിലബസ് ഓറിയന്റഡ് ആയിട്ടും അതുപോലെ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ സെഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത ഒരു ലേണർക്ക് ഇത് നല്ല രീതിയിൽ ഈ ഒരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ആ അസസ്മെന്റ് ഷീറ്റ് നമ്മൾ അയച്ചു തരും, അതിനനുസരിച്ച് അതും കംപ്ലീറ്റ് ചെയ്യാം. ദെൻ നമുക്ക് വരുന്നത് നമ്മുടെ എന്താണ് ന്യൂ ഹൊറിസോൺ ഫോം. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ട് വീണ്ടും റിപ്പീറ്റ്ലി നമ്മൾ അത് ഷെയർ ചെയ്ത് തരും. അപ്പൊ ആ ഒരു ന്യൂ ഹൊറിസോൺ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ലേണർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സ്
പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയാണ് അല്ലേ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലകളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ അഭിരുചികളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഈ ഒരു ന്യൂ ഹൊറിസോൺ ഫോം കളക്ട് ചെയ്യുന്നത് വഴി ഓരോ ലേണേഴ്സിനെയും പേഴ്സണലായിട്ട് അനലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട്സ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂ ഹൊറിസോൺ ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൽ നിന്ന് ലേണേഴ്സിന്റെ ആ ഒരു കാര്യങ്ങൾ എന്താണ്, അത് അവരുടെ സ്കില്ലുകൾ എന്താണ്, ഇതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് അവർക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് തരാൻ പറ്റും, അതിനു വേണ്ടിയിട്ടാണ് ന്യൂ ഹൊറിസോൺ ഫോം ഷെയർ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫോമും കറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് ടൈം ആണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു 10 സെഷൻസ് നമ്മളുടെ ലേണേഴ്സിന് എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ ഒരു എക്സ്പീരിയൻസ്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തോ, നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ നിന്നൊക്കെ വന്ന ലേണേഴ്സ് ഉണ്ട്, ഒരു ലോങ് ഗ്യാപ്പിൽ നിന്നൊക്കെ വന്ന ലേണേഴ്സ് ഉണ്ട്, അവർക്ക് ഈ ഒരു സെഷൻസ് എത്രമാത്രം ഹെൽപ്ഫുൾ ആയി, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. എനിക്കറിയാം പലർക്കും നമ്മളുടെ ആ ഒരു ജോലിക്കും കാര്യങ്ങളും കാരണം കറക്റ്റ് ആയിട്ട് എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അതെന്നെ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടി ഏതെങ്കിലുമൊക്കെ സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു അല്ലേ. അപ്പം ഇനിയും ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് സെഷൻസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ടൈം കിട്ടുന്നതിനനുസരിച്ച് അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഇനി നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം. 1 by 1 ആയിട്ട് ഓരോരുത്തർ അവരവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഹായ് മാം, ഗുഡ് ഈവനിങ് അല്ല. അപ്പൊ ഞാൻ ബേബി കയ്യിലിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത കാരണം ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആയിട്ട് പറയാം. ഹെലൻ കേൾക്കുന്നുണ്ടോ? ഹെലന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. ഹലോ. കേക്കാം. പറഞ്ഞോളൂ, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. എന്താ വെച്ചാല് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ എക്സ്പീരിയൻസ്. ഞാന് പിന്നെ എന്താ പറയാ പറഞ്ഞോളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതും. ഫുൾ ഓഫ്ലൈൻ ആയിരുന്നു ഇതുവരെ. അപ്പോ ഞാൻ ഡിഗ്രി എടുത്തോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഇഷ്യൂ വരുന്നത്. അപ്പോ 3 years അങ്ങനെ പോയി. പിന്നെ എന്ത് ചെയ്യുന്നുള്ള ഒരു ഇതിൽ നോക്കുമ്പോഴാണ് നമ്മൾ ലേൺവേഴ്സിന്റെ നമ്മളെ ഒരു സാർ ത്രൂ അറിഞ്ഞതാണ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോ അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ ഡിസ്റ്റന്റ് ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത് മെന്റർ വൈസ് ക്ലിയർ ആക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് അടിപൊളിയാണ്. നമുക്ക് ടൈം മാനേജ്മെന്റ് ആണ് പിന്നെ വിഷയം. എന്നാലും ഓറിയന്റേഷൻ പ്രോഗ്രാം ഒന്നേറ്റം മിസ്സായി പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. അതെ. ഓൾ ദ വെരി ബെസ്റ്റ്. നെക്സ്റ്റ് ആരാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക? വീഡിയോ ഓൺ ആക്കാൻ മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കി തന്നെ പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വോയിസിലാണെങ്കിലും ഷെയർ ചെയ്യൂ എക്സ്പീരിയൻസ്. ഹലോ മാം. പറഞ്ഞോളൂ. ഞാൻ അമലാണ്. അമൽ പറയൂ. ഓറിയന്റൽ സെക്ഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നേരത്തെ ഒരു സെക്ഷൻ മാത്രമാണ് വെൽബീയിങ് ആൻഡ് ബാലൻസ്, അത് മാത്രം എനിക്ക് ട്രാവലിംഗിലായതുകൊണ്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. ബാക്കിയൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. നല്ല മോട്ടിവേഷൻസും നമുക്ക് കുറച്ച് ടൈമൊക്കെ ഞാൻ കുറെ കളഞ്ഞിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. അപ്പൊ പിന്നെ ഒരു മോട്ടിവേഷൻ കിട്ടി, അടിപൊളിയായി. അത്രേ ഉള്ളൂ. കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആയിട്ടുണ്ട്, പഠിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് വന്നോ? കുഴപ്പമില്ല, സമയമൊക്കെ മാനേജ് ചെയ്ത് കുഴപ്പമില്ലാണ്ട് വരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക്സ്. നെക്സ്റ്റ് ആരാണ്? ഫിയാസ്. ഞാൻ പറയാം. പറഞ്ഞോളൂ. ഓറിയന്റേഷൻ സെഷനിൽ ആകെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പങ്കെടുത്തത് ആകെ ഒരു സെഷനിലേ പങ്കെടുത്തുള്ളൂ. ബാക്കിയൊക്കെ തിരക്ക് കാരണം വിട്ടുപോയി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല.
ഓ പങ്കെടുത്തത് ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. ഓ ആവശ്യത്തിനുള്ള ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. ഓ പിന്നെ ഞാൻ നല്ല തിരക്കിലായതുകൊണ്ട് ഒന്നിനും ഓക്കെ പഠിക്കാൻ പോലും ആവശ്യത്തിന് സമയം കിട്ടുന്നില്ല. ആ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ മൊത്തത്തിൽ ഹാപ്പിയാണ് ലേൺ വൈസിന്റെ വിഷയത്തിൽ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നെക്സ്റ്റ് ആരാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരിക? ഹലോ മാം, പറഞ്ഞോളൂ. ആൻഡ്രോസ് ആണ്. പറഞ്ഞോളൂ. ഞാനിതില് ആൻഡ് വീഡിയോ ഓൺ കണ്ട് ആക്കാൻ ഞാൻ പറ്റുമോ? നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇല്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കാമോ? ഹലോ മാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഞാനിതിന്റെ സ്റ്റഡി മെറ്റീരിയൽ കണ്ട് ഈ ലേൺ വൈസിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ച കാര്യം, നമുക്ക് ഇതൊക്കെ ജൂലൈക്ക് മുമ്പ് ഇതൊക്കെ പഠിച്ചു കഴിയും, പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിയുമെന്നാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. അപ്പോഴത്തേക്ക് മാഡം പറഞ്ഞ് പഠിച്ചു കഴിയും, അതൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായിരുന്നു. ഈ നോട്ട്സ് കുറെയൊക്കെ കാണുമ്പോൾ ഇത്രയൊക്കെ പഠിച്ച് പറ്റുമോ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇതിനകത്തിലെ നേരത്തെ ഉള്ള ലേണേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇതൊക്കെ പറ്റും, ലൈക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഇപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഇത് തീർക്കാൻ പറ്റും, ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റും, ആ ഒരു ടൈം ടേബിൾ എല്ലാം. പിന്നെ ഒരു ഐഡിയ കിട്ടി നമ്മുടെ ഈ കോഴ്സിനെ പറ്റി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്, എല്ലാത്തിനും കുറിച്ചൊരു ഐഡിയ ഇപ്പൊ ഉണ്ട് ആക്ച്വലി. നേരത്തെ ആ വീഡിയോസ് അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓറിയന്റേഷൻ ക്ലാസ് അത്ര ഹെൽപ്പ് ചെയ്തായിരുന്നു. ഓക്കെ, എന്നെ നല്ല രീതിയിൽ തന്നെ കോഴ്സ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട്, ആ ടൈം ബൗണ്ട് ആയിട്ട് തന്നെ കാര്യങ്ങൾ നമ്മുടെ ആ പോർഷൻസ് കവർ ചെയ്ത് പോവുക. ഓക്കെ, അതോടൊപ്പം നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ വരുമ്പോൾ കൂടുതൽ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ ഒന്നുകൂടി എത്തും. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സുഫിയാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് സെഷനോ 9th സെഷനോ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഒറിജിനൽ സെഷനും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഈ ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെ പഠിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത്. സംസാരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഗ്രാമർ, പ്രൊനൗൺസിയേഷന് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ഒരു പ്രോഗ്രാം അങ്ങനെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അതെ, അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ഉണ്ടെന്ന് അറിയുന്നത്. അതെ, അത് നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ EP സെഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ ഈ 9 സെഷൻസ്, ഇന്ന് 10th സെഷനാണ്. അപ്പൊ ഇത്രയും ഒരു സെഷനിലൂടെ കടന്നു പോയപ്പോ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റപ്പ് ആയിട്ടുണ്ടോ? ആ ഒരു ഫീലിങ്സ് എന്താണ്? അതൊന്ന് ഷെയർ ചെയ്യാം. ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്. ഓക്കെ, അതേ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നെക്സ്റ്റ് ആരാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വരിക? പറഞ്ഞോളൂ. ഫർസാന വന്നിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഓഡിബിൾ ആണോ? അതെ, ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഞാൻ ലേൺ വൈസിനെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേൺ വൈസിനെ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് നമ്മളിത് അറിയുന്നത്. അപ്പൊ ഇതില് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാല് ഒട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ എന്നാലും ഒരു ഇപ്പൊ പറഞ്ഞില്ല, ഒരു വിൽ പവർ വന്നിട്ടുണ്ട് അതിന്. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ധൈര്യം, അത് മെയിൻ ആയിട്ട് വന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണ്. അതിന് അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് സെഷന് വന്നപ്പോ ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജോയിൻ ചെയ്തപ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഹൈഡ് ആയിട്ട് ഇരിക്കാം അങ്ങനെയൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ ടീച്ചേഴ്സ്, എസ്പെഷ്യലി അർച്ചന മാമിന്റെയും പിന്നെ മറ്റേ കൂടെയുള്ള മാമിന്റെ പേര് എനിക്കറിയില്ല, ആളുടെയും ഒരു നല്ല നമ്മള് സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള അവരുടെ നിങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നി. ഭയങ്കര രസമായിട്ടായിരുന്നു ആ ഗെയിംസും കാര്യങ്ങളൊക്കെ
എന്താ പറയാ, നിങ്ങളത് പ്രസന്റ് ചെയ്തതും എല്ലാം വളരെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കഴിയുന്നതും മാക്സിമം, ചിലത് കുറച്ചു നേരം എനിക്ക് കാണാൻ പറ്റാറുള്ളൂ, ഒരുവിധം ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ജോയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഓരോ ദിവസവും നമ്മൾ ഈ പ്രോഗ്രാം, ഈ സെഷൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിൽ പവർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ 8 ഇയർ 9 ഇയർ ലോങ് ഗ്യാപ്പ് ആയിരുന്നു, അപ്പൊ അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഫുൾ നമ്മളൊരു ക്യാമ്പസ് ലൈഫിന്റെ ഒരു ടച്ചും എല്ലാം വിട്ട് നിൽക്കുന്ന പോലെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് എസ്പെഷ്യലി ഇന്ന് ചിലരൊക്കെ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് തോന്നി, ചില സെഷൻസിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഇൻവോൾവ് ആയി വരുമ്പോൾ നമ്മൾ ഓക്കെ, ആ ഒരു ഗോയിങ് ബാക്ക് എന്ന് പറയില്ലേ, നമ്മള് ഒരു എന്തോ ഒരു ചെറിയൊരു സ്പാർക്ക് പോലെ ഇങ്ങനെ വരുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ഒരു മീറ്റപ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതെ ഒരു ക്യാമ്പസ് ലൈഫിന്റെ ആ ഒരു രസം ഒക്കെ ഒന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും ചിലർക്ക് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടാവുമല്ലോ എല്ലാവരും ഇങ്ങനെ ഡിസ്റ്റന്റ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. പക്ഷെ എന്തായാലും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ്. ഇതിപ്പോ ലാസ്റ്റ് സെഷൻ ആയി പോയി. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് ശരിക്കും അത് അറ്റൻഡ് ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു. നമുക്ക് ടൈമിന്റെ ഒരു വിഷയം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പലതും മിസ്സായിട്ടുണ്ട്, ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇനി യൂട്യൂബിൽ ഇരുന്ന് കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ടൈം കിട്ടുമ്പോൾ. ഇപ്പോഴും ക്ലാസ് എനിക്ക് ട്രാക്ക് ആയിട്ടില്ല, പക്ഷെ ഈ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് നല്ലൊരു വിൽ പവറാണ് കിട്ടിയത്. അപ്പോ ഇനി എന്തായാലും എന്താ പറയാ, പഠിത്തത്തിൽ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇപ്പോ ഈ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ. എസ്പെഷ്യലി നമ്മള് ഇന്നലെ എല്ലാം തോന്നുന്നു ഒരു സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളെ മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ്, അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ ടൈം മാനേജ്മെന്റിന്റെതും ഇപ്പൊ ഫിസിക്കലി ഡയറ്റ് എല്ലാം നമ്മൾ ശരിയാക്കിയാൽ തന്നെയാണ് ഇതിലും ഈ സ്റ്റഡീസിലും, പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ്, അതെല്ലാം നമ്മൾ ഒരു ട്രാക്ക് ആയെങ്കിൽ മാത്രമേ ഈ സ്റ്റഡീസും കൂടിയിട്ട് ഒരുമിച്ച് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത്. അത് അവർ പറഞ്ഞപ്പോഴാണ് നമ്മൾ എസ്പെഷ്യലി അത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ, സത്യം പറഞ്ഞ. വെരി ഹെൽപ്ഫുൾ. താങ്ക് യു. നമ്മളുടെ ഓറിയന്റേഷൻ ഇതുകൊണ്ട് നമ്മൾ എൻഡ് ചെയ്യാന്നുള്ളത് വിചാരിക്കേണ്ട. നമുക്ക് പല പല സെഷൻസ്, പല പല ഈവെന്റ്സ് നമ്മൾ ലേൺവൈസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിലൊക്കെ ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. ഹായ് മാം. പറഞ്ഞോളൂ. ഞാൻ അസ്ന. അസ്ന പറയൂ. PCA സ്റ്റുഡന്റ് ആണ്. മനസ്സിലായി, പറഞ്ഞോളൂ. ഒട്ടുമിക്ക ഓറിയന്റഡ് പ്രോഗ്രാമും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് ഇന്നലത്തേതാണ്. എങ്ങനെ ടൈം കിട്ടാറില്ലായിരുന്നു പഠിക്കാന്, ടൈം കിട്ടാൻ എനിക്കറിയില്ല. പക്ഷെ ഇന്നലത്തെ ഇത് കണ്ടപ്പോ ശരിക്കും നമ്മൾ തന്നെ കണ്ടെത്തലാണ് ടൈം എന്ന് മനസ്സിലായി. പിന്നെ ബേബി ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം, പക്ഷെ എന്നാലും കുറച്ച് വീക്കാണ് ഞാൻ ഇംഗ്ലീഷില്. അതുപോലെ അപ്പൊ അന്ന് അതിൽ മാം പറഞ്ഞിരുന്നു നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഒക്കെ കാണുക, അങ്ങനെയൊക്കെ ചെയ്യാന്ന്. അപ്പൊ അതിന് ശേഷം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ കാണലുണ്ട്. അത് വലിയ ഉപകാരപ്പെടുന്നുണ്ട്. എല്ലാ ഓറിയന്റഡ് പ്രോഗ്രാമൊക്കെ സൂപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ കോൺഫിഡൻസ് എൻറ്റയർ നമ്മുടെ ആ കോഴ്സ് ഫിനിഷ് ചെയ്യുന്നത് വരെയും ആ ഒരു എനർജിയോട് കൂടി തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആരാണ്? രാഹുൽ കേൾക്കുന്നുണ്ടോ? രാഹുൽ രാഹുൽ പറഞ്ഞോളൂ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത്ര ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട്? സെക്ഷൻ മാത്രമേ കയറാൻ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാ സെക്ഷനും കയറിയിട്ടുണ്ട്. അതില് ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനും ഓക്കെയാണ്. പിന്നെ ഇന്നലത്തെ സെക്ഷൻ കുറച്ചും കൂടി യൂസ്ഫുൾ ആയി, കാരണം വർക്കിന് പോകുന്നതിനെ കൊണ്ട് ഒരു ടൈം മാനേജ്മെന്റ് എന്നുള്ളത് കുറച്ചും കൂടി ഒരു നോക്കി ചെയ്യണം എന്നുള്ളത് ഒന്നും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നൊക്കെ തോന്നി. രണ്ട് മോർണിംഗും ഒരു നൈറ്റും വെച്ചിട്ട് ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ ഒന്ന് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. ടൈം ടേബിൾ പോലെ തന്നെ ഓക്കെ ആയിരുന്നു ക്ലാസ്. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആയിട്ടുണ്ടോ? അതെ. വന്നിട്ടുണ്ട്.
ഓക്കെ, എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഇനിയും നമ്മളുടെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും, ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു അല്ലേ ഇപ്പൊ ഉള്ളവരില്? പറഞ്ഞോളൂ ബിസ്മിത, പറഞ്ഞോളൂ. ഇന്ന് ജോയിൻ ചെയ്ത ലേണറാണ്. ഈ ഒരു സെഷൻ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം പറഞ്ഞോളൂ, ഇന്നത്തെ ഒരു സെഷനിലെ എക്സ്പീരിയൻസ് പറയൂ. കേൾക്കാം, ഓഡിബിൾ ആണോ? കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് എല്ലാവരുടെയും ലൈക്ക് റെസ്പോൺസ് ചെയ്തിട്ട് ലൈക്ക് ഇറ്റ്സ് കൊള്ളാന്നാ തോന്നുന്നത്. ഞാൻ ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് ഞാൻ ലൈക്ക് ഒന്നും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇവരുടെയൊക്കെ സംസാരം ഒക്കെ കേട്ടപ്പോ ആ സംസാരത്തിൽ നിന്നൊരു ലൈക്ക് എനർജി കൊള്ളാം എന്ന് തോന്നുന്നു. ആ ഒരു എനർജി വന്നു. അങ്ങനെ ബാക്കി സെഷൻസ് മിസ്സായി പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഓക്കെ, യൂട്യൂബിൽ നമുക്ക് സെഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് അയച്ചു തരാം, ടൈം അനുസരിച്ച് കണ്ടാൽ മതി. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഈ എക്സ്പീരിയൻസ് ആയിട്ട് ലൈക്ക് ഞാൻ MCA ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത ഒരാളെ അല്ല. എനിക്ക് ലൈക്ക് റെഗുലർ ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷെ എന്റെ വീടിന്റെ അവിടെ നിന്ന് ഡിസ്റ്റൻസ് ആയ കാരണം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആണ് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടത്, 11 വയസ്സിൽ കുറെ ആയി അതിന്റെ ആഡ് വന്നു വരുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോ നീതു മാമിനെ കണക്ട് ആയി. അങ്ങനെ നീതു മാം ആണ് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഓപ്ഷൻ തോന്നി. ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു ലൈക്ക് പുള്ളിക്കാരിയോട് സംസാരിക്കുമ്പോ. കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയിരുന്നു. ലൈക്ക് സ്റ്റെപ്സ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരുമ്പോ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ടാണ് ലൈക്ക് ജോയിൻ ചെയ്യാനുള്ള കാരണം തന്നെ. നീതു മാം ആണ് ജോയിൻ ചെയ്യാനുള്ള കാരണം. ഒരു പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ടാവും, മെന്റർ സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഇവിടെ ഉള്ളവരൊക്കെ എനിക്കിങ്ങനെ 2 years ഗ്യാപ്പ് ഉണ്ട്. അപ്പോ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ലൈക്ക് ഷീ ടോൾഡ് മീ ദാറ്റ് ഇറ്റ്സ് ഓക്കെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് കയറിയത്. ഓക്കെ, അതേ കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക. ഓക്കെ, ഓക്കെ. നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മളുടെ ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ എൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. യുവർ ഓറിയന്റേഷൻ മൈറ്റ് എൻഡ് ഹിയർ, ബട്ട് യുവർ സക്സസ് ജേർണി ജസ്റ്റ് ബിഗിൻസ്. ഓക്കെ, അപ്പം ആ ഒരു വാക്കുകൾ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരും. അതായത് നമ്മുടെ ഓറിയന്റേഷൻ ഇപ്പൊ ജസ്റ്റ് എൻഡ് ആവുകയാണെങ്കിൽ കൂടെ നമ്മളുടെ ആ ഒരു സ്റ്റഡി ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു സക്സസ് ജേർണി ജസ്റ്റ് ബിഗാൻ ആണ്. ഓക്കെ, അപ്പം ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുടെ ഓരോ ലേണേഴ്സിനും കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ സ്റ്റഡീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ദെൻ വൺസ് അഗെയിൻ നമ്മളുടെ ആ ഒരു തീം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ടാഗ് ലൈൻ നമുക്ക് റീകോൾ ചെയ്യാം: ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ്. അപ്പം നമ്മളുടെ ആ ഒരു സ്പാർക്ക്, നമ്മുടെ ആ സ്റ്റഡീസിൽ ആ ഒരു സ്പാർക്ക് നമ്മളിപ്പം ആ ഒരു ഓറിയന്റേഷന് ശേഷം എല്ലാവർക്കും ആ ഒരു സ്പാർക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്പാർക്കിനെ ബേസ് ചെയ്ത് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും അതിനെ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ബെറ്റർ പ്രസന്റ് ടൈം അതുപോലെ ഫ്യൂച്ചർ ടൈമിലേക്കും എത്താൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. എവരി എൻഡ് ഇസ് എ ന്യൂ ബിഗിനിങ്. ഗോ ഫോർ ആൻഡ് സക്സീഡ് ഇൻ യുവർ ഇഗ്നോ ജേർണി. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോവുക. കോൺഫിഡൻസ് എപ്പോഴും ബൂസ്റ്റപ്പ് ചെയ്ത് തന്നെ ഇരിക്കുക. ഓക്കെ, എന്ത് ഡൗട്ട് വന്നാലും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ നമ്മൾ ലേൺവൈസ് ടീം, എൻറ്റയർ ടീം നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ, അപ്പം വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഓൾ.